നല്ല സിമ്പിളായിട്ട് കയറി പോകുന്നൊരു എഞ്ചിനാണ് കേട്ടോ. ഡ്രൈവ് ആവുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടാവും. അടിപൊളി ഒരു കർവ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇതേപോലെ തിരുവിൽ വണ്ടി പാർക്ക് ചെയ്യാനും പാടില്ല കേട്ടോ. ഇവരൊക്കെ എവിടെ നോക്കിയിട്ട് പാർക്ക് ചെയ്യുന്നതാവോ. ഗ്ലോബൽ എൻകാപ്പ് ക്രാഷ് ടെസ്റ്റിൽ ഇതിപ്പോൾ എൻ്റെ ഹൈറ്റിനാണ് ഞാൻ ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും ഒരിക്കൽ കൂടി മണ്ടറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് ഒരു മാരുതി സുസുക്കിന്റെ ഒരു വാഹനമാണ്. 2-3 മാരുതി സുസുക്കിന്റെ വാഹനങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം മാരുതി സുസുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം സെഗ്മെന്റിൽ അവരുണ്ടോ ആ സെഗ്മെന്റിലെല്ലാം അവർ തന്നെയാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ വിറ്റൊഴിക്കപ്പെടുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനി MPV ആണ്. മിനി MPV എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, മൾട്ടി പർപ്പസ് വെഹിക്കിൾ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സെയിൽസ് പോകുന്ന ഒരു വാഹനമാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഈ ഒരു വാഹനത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2012 നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വാഹനത്തിന്റെ 2nd ജനറേഷൻ ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരും ഈ കളം വിട്ടിട്ടുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പോഴും ഈ ഒരു വാഹനം പിടിച്ചു നിന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പോകുന്ന വാഹനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരുതി സുസുക്കിന്റെ എർട്ടിഗയാണ്. 2nd ജനറേഷൻ ആണ്. ഇതാണ് ആ വാഹനം. നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മാരുതി സുസുക്കിന്റെ എർട്ടിഗയുടെ VXI മോഡലാണ്. AT ട്രാൻസ്മിഷൻ ആണ്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വണ്ടറിലൂടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമുക്ക് വേണ്ടി ഒരു വാഹനം റിവ്യൂ ചെയ്യാൻ വേണ്ടി നൽകിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ചേലക്കര റൂട്ടിലുള്ള BRD ഷോറൂമാണ്. BRD ഷോറൂം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മുന്നേ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിലെ മെയിൻ ഡീലേഴ്സ് ആണ് മാരുതി സുസുക്കിന്റെ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു മാരുതി സുസുക്കിന്റെ കാറുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ അറിയാനായിട്ട് സാധിക്കും. EMI അതുപോലെ തന്നെ കുറെ ഓഫേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മാരുതി സുസുക്കിന്റെ വാഹനങ്ങൾക്ക്. അതിന്റെ എല്ലാ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ വൺ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ ഫാമിലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫാമിലിയിൽ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വൺ ഡ്രൈവ് ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടിലെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഈ ഒരു വാഹനം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 വേരിയൻസിൽ 5 കളർ ഓപ്ഷനിൽ 2 ട്രാൻസ്മിഷൻ ഓപ്ഷനിൽ 1 എഞ്ചിൻ ഓപ്ഷനിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഡീസൽ എഞ്ചിൻ മുന്നേ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഡീസൽ എഞ്ചിൻ വരുന്നില്ല. മാരുതി സുസുക്കിൻ്റെ ഒരു വാഹനങ്ങൾക്കും ഇപ്പോൾ ഡീസൽ എഞ്ചിൻ വരുന്നില്ല. ഭാവിയിൽ വന്നാക്കാം, അതായത് 2021 വരാവുന്ന ന്യൂസുകളെല്ലാം നമുക്ക് കേൾക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയില്ല. അങ്ങനെ ഇതിൽ നമുക്ക് CNGയും കൂടി വരുന്നുണ്ട്. CNGയും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഒരു സ്മാർട്ട് ഹൈബ്രിഡ് സിസ്റ്റം ആണ് ഇതിൽ വരുന്നത്. അതായത് SHVS എല്ലാ വാഹനങ്ങളും മാരുതി സുസുക്കിൻ്റെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് തന്നെ ഇതിൽ നിന്ന് വരുന്നത്. SHVS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് ഹൈബ്രിഡ് വെഹിക്കിൾ ഫ്രം സുസുക്കി, അതാണ് ഇതിൽ വരുന്നത്. അതായത് നമ്മുടെ ബ്രേക്ക് ഫോഴ്സിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ ഫോഴ്സ് ആയിട്ട് നമ്മുടെ വാഹനത്തിൽ ഒരു ബാറ്ററി ഉണ്ട്, അതിൽ സ്റ്റോർ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എനർജി യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ്. മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്ലാറ്റ്ഫോം ആണ്. ഇതിന്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർടെക്ട് പ്ലാറ്റ്ഫോം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കാരണം തന്നെ ഗ്ലോബൽ എൻകാപ്പ് ക്രാഷ് ടെസ്റ്റിൽ അഡൽട്ട് സേഫ്റ്റിയിൽ നേടിയിരിക്കുന്നത് 3 സ്റ്റാർ റേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ചൈൽഡ് സേഫ്റ്റിയിൽ നേടിയിരിക്കുന്നതും 3 സ്റ്റാർ റേറ്റിംഗ് ആണ്. അപ്പോൾ സേഫ്റ്റിയും കൂടി ഉള്ള ഒരു പാക്കേജ് ആണ് കേട്ടോ മാരുതി സുസുക്കിന്റെ എർട്ടിഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഏറെക്കുറെ ഇതിന്റെ ഉള്ളിലുള്ള സ്പേസ് യൂട്ടിലിറ്റി നല്ല അടിപൊളിയായിട്ട് തന്നെ മാരുതി സുസുക്കി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് റൂഫ് മൗണ്ടഡ് ആന്റിനയുടെ ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളെല്ലാ മാരുതി സുസുക്കിന്റെ വാഹനങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ സെന്റർ പോർഷനിലുള്ള ഗ്ലാസ് കുറച്ച് ഫ്രണ്ടിലേക്കാണ് കയറിയിരിക്കുന്നത്. ഈ 2 സൈഡിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന പോലുള്ള ഒരു ഗ്ലാസ് ഏരിയയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ബ്ലാക്ക് സറൗണ്ടിങ് എല്ലാം ഗ്ലാസിന്റെ സറൗണ്ടിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു നോർമൽ വൈപ്പേഴ്സ് ആണ്, പക്ഷെ നല്ലൊരു വൈപ്പിംഗ് ക്വാളിറ്റി നൽകുന്ന ഒരു വൈപ്പേഴ്സ് ആണ്. ഇവിടെ നമുക്ക് ഇതിന്റെ വിൻസ്ക്രീൻ വാഷിന്റെ നോസിൽസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അത് ബോണറ്റിന് മുകളിലൊന്നും വന്നിട്ട്
കാണാൻ പറ്റുന്ന പോലെ അല്ല വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ബോണറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മസ്കുലർ ക്യാരക്ടേഴ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ള ബോണറ്റാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാം ചെറിയൊരു ക്യാരക്ടർ ലൈൻ എല്ലാം കാണുന്നുണ്ട്. അതും നല്ലൊരു ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് നല്ല ക്രോമൊക്കെ ഉള്ള നല്ല വലിയ ഫ്രണ്ട് ഗ്രില്ല് നമുക്ക് ഇവിടെ കാണാം. ഇതിൽ കൊടുത്തിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റഡ് ടൈപ്പിലാണ് ഈ ക്രോം ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് മാരുതി സുസുക്കിന്റെ ലോഗോ കാണാം. വളരെ വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര ലോങ് എന്നാണെങ്കിലും ഈ ഒരു വാഹനം ഓടി വരുമ്പോൾ തന്നെ ഇത് ഏതാണ് വാഹനം എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലുള്ള ഒരു ഫ്രണ്ട് ഗ്രില്ലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. എയർ ഇൻടേക്കും നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പോർഷനിലും നമുക്കൊരു എയർ ഇൻടേക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെയുള്ള ഈ ഒരു ഡിസൈൻ കണ്ടില്ലേ, ഇപ്പോൾ വരുന്ന എല്ലാ മാരുതി സുസുക്കിന്റെ വാഹനങ്ങൾക്കും വരുന്ന പോലുള്ള ഒരു ഡിസൈൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് VXi മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഫോഗ് ലാമ്പ് വരുന്നില്ല. പക്ഷെ ഫോഗ് ലാമ്പിന്റെ ഹൗസിംഗ് അത് നല്ലൊരു ഡിസൈൻ എലമെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സി ടൈപ്പിൽ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിംഗിലാണ് വന്നിരിക്കുന്നത്. ഹൈ ബീം നമുക്ക് ഹെലജൻ യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഒരു ഹെലജൻ യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ സൈഡിലേക്ക് ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഈ ഉള്ളിലെല്ലാം ബ്ലാക്ക് ട്രീറ്റ്മെന്റ് ആണ് കാണുന്നത്. നല്ല സ്പോർട്ടി ആക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ഡുവൽ ചേംബർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഭയങ്കര ഭംഗിയുണ്ട് ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് കാണാനായിട്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്പർ പ്ലേറ്റിന്റെ ഒരു പോർഷൻ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ടോ ഹുക്കിന്റെ ഒരു ഓപ്പണിംഗ് അത് നമുക്ക് ഇവിടെ കാണാം. കുറച്ചുകൂടി ഹൈറ്റ് എല്ലാം ഇതിന്റെ ഫ്രണ്ടിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ബോണറ്റും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എഞ്ചിനും നമുക്ക് പരിചയപ്പെടാം. അത്യാവശ്യം ഒരു വെയിറ്റ് എല്ലാം ഉള്ള ഒരു ബോണറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ലൊരു ഇൻസുലേഷൻ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് ഒരു 1.5 ലിറ്റർ K സീരീസ് എഞ്ചിനാണ് വരുന്നത്. ഒരു സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിനാണ്. DOHC എഞ്ചിനാണ് വരുന്നത്. ഇതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 103 PHP പവറാണ് വരുന്നത്. 6000 RPM നമുക്ക് ആ ഒരു പവർ വരുന്നത്. 138 Nm ടോർക്കാണ് നമുക്ക് വരുന്നത്. 4400 RPM നമുക്ക് ആ ഒരു ടോർക്ക് വരുന്നത്. അത്യാവശ്യം പഞ്ചായിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഇതിന്റെ ഒരു മൈലേജ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, അതുപോലെ തന്നെ മാനുവലും വരുന്നുണ്ട്, അതുപോലെ തന്നെ CNGയും വരുന്നുണ്ട്. അതിന് നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 17.99 km/ലിറ്റർ ആണ് നമുക്ക് മൈലേജ് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19.01 km/ലിറ്റർ ആണ്. CNGക്ക് വരുന്ന മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26.2 km/kg ആണ് നമുക്ക് വരുന്ന മൈലേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏറ്റവും കൂടുതൽ മൈലേജ് കൂടുതലുള്ളത് CNGക്ക് ആണ് കേട്ടോ. ഇതിൽ 45 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ് നമുക്ക് വരുന്നത്. അങ്ങനെ ഒരു വാഹനത്തിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോവസ്റ്റ് വേർഷൻ മുതൽ തന്നെ എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതായത് 2 എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, EBD വരുന്നുണ്ട്, BA വരുന്നുണ്ട്, ചൈൽഡ് സീറ്റ് ആങ്കർ പോയിന്റ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലോവസ്റ്റ് വേർഷൻ മുതൽ തന്നെ വരുന്നുണ്ട്. ഇതിന്റെ ടോപ്പ് സ്പെക് മോഡലിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അത് കൂടാണ്ട് ഇതിന്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുമ്പോൾ ഇലക്ട്രോണിക്കലി സ്റ്റെബിലൈസ്ഡ് പ്രോഗ്രാം വരുന്നുണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോളും വരുന്നുണ്ട്. പിന്നെ സ്പീഡ് സെൻസറിംഗ് ഡോർ ലോക്ക്, ഡോർ അജാർ വാർണിംഗ് അതെല്ലാം നമുക്ക് എല്ലാത്തിനും വരുന്നുണ്ട്. പിന്നെ പ്രീ ടെൻഷനോട് കൂടിയിട്ടുള്ള സീറ്റ് ബെൽറ്റ് ആണ് വരുന്നത്. അതായത് പെട്ടെന്നൊരു സഡൻ ബ്രേക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളതിനെ ആ സീറ്റിൽ തന്നെ ഹോൾഡ് ചെയ്യുന്ന പോലുള്ള സീറ്റ് ബെൽറ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു എഞ്ചിൻ വരുന്നത് കേട്ടോ. ക്ലോസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്തൊരു തക് സൗണ്ട് എല്ലാം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു സൈഡ് പ്രൊഫൈലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ലെങ്ത് ഉണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിന്. പഴയ നമ്മുടെ എർട്ടിഗ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം നീളം കൂടിയിട്ടുണ്ട്. ഈ സൈഡിലുള്ള ഷോൾഡർ ലൈൻ ആയാലും അതുപോലെ ഇതിന്റെ താഴെയുള്ള ഈ ക്യാരക്ടർ ലൈൻ ആയാലും എല്ലാം നല്ല മസ്കുലർ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ടോപ്പ് ഭാഗത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഫ്ലോട്ടിംഗ് റൂഫ് പോലുള്ള ഒരു ക്യാരക്ടർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ബി പില്ലറിലും അതുപോലെ തന്നെ ഈ സി പില്ലറും ബ്ലാക്ക് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഡി പില്ലറിന് ഇവിടെ കണ്ടില്ലേ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഒരു ചെറിയ പാർട്ടിഷൻ പോലെ ഈ ഒരു കോട്ട ഗ്ലാസ് നിങ്ങൾ കയറ്റി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുകൊണ്ടാണ് ഇതൊരു ഫ്ലോട്ടിംഗ് ക്യാരക്ടർ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ നമുക്ക് കോട്ട ഗ്ലാസ് നല്ല വലിയ കോട്ട ഗ്ലാസ് തന്നെ വന്നിരിക്കുന്നത്. തേർഡ് റോയിലുള്ള പാസഞ്ചറിന് നല്ല അത്യാവശ്യം പുറത്തേക്ക് നല്ല വിസിബിലിറ്റി നൽകുന്ന ഒരു കോട്ട ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിൻഡോ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു വിൻഡോ ഏരിയയാണ് ഈ സെൻട്രൽ പോർഷനിൽ വന്നിരിക്കുന്നത്. അത് എടുത്ത് പറയേണ്ട തന്നെയാണ്. ഏതൊരു വയസ്സുള്ള ആൾക്കാർക്കും ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നല്ല രീതിയിൽ തന്നെ വിസിബിലിറ്റി തരുന്ന പോലുള്ള ഒരു വിൻഡോ ഏരിയ ആണ് വന്നിരിക്കുന്നത്. നല്ലൊരു എയറി ഫീലിംഗ് ക്യാബിനിലേക്ക് വരും കേട്ടോ. ഈ ഡോർ ഹാൻഡിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡി കളേർഡ് ആണ് ഡോർ ഹാൻഡിൽസ് വരുന്നത്. ഇവിടെ നമുക്ക് ഫിസിക്കൽ കീ എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ ഓവർ ഇമേജ് നമുക്ക് ബോഡി കളേർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഒരു LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. ഇത് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഓവർ ഇമേജ് ആണ്. നമുക്ക് ഇത് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനെല്ലാം സാധിക്കും. മിറർ സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയൊരു മിറർ സൈസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഒരു 3 തരം ക്യാരക്ടർ ലൈൻ ആണ് ഈ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ബാക്കിലേക്ക് പോകുന്നത്. അതിൽ ഒന്ന് ഇത് വരുന്ന ഇവിടെ വരെ അവസാനിച്ചു. രണ്ടാമത്തെ ക്യാരക്ടർ ലൈൻ ഇതിങ്ങനെ പോയി നമ്മുടെ ഈ ടെയിൽ ലൈറ്റിലേക്ക് മെർജ് ചെയ്ത് ടെയിൽ ലൈറ്റിലേക്ക് കൂടി ആ ഒരു ഡിസൈൻ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എയറോഡൈനാമിക്കിനെ കുറച്ചധികം സ്വാധീനിക്കുന്ന ക്യാരക്ടർ ലൈൻ എന്നല്ല നമുക്ക് പറയാം. ഇവിടെയും നമുക്കൊരു ചെറിയ ക്യാരക്ടർ ലൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റീൽ റിം ആണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു VXi മോഡലാണ്. ഫുൾ ഓപ്ഷൻ അല്ല, മിഡിൽ ഓപ്ഷൻ ആണ്. ഏറ്റവും കൂടുതൽ സെയിൽസ് പോകുന്നത് ഈ ഒരു മോഡലാണെന്ന് നമുക്ക് പറയാം. 185, 65, R15 ആണ് നമുക്ക് ടയർ സൈസ് വരുന്നത്. കുഴപ്പമില്ലാത്തൊരു ടയർ സൈസ് എന്നല്ല നമുക്ക് പറയാം. ഇവിടെ നമുക്ക് ഈ ഒരു സസ്പെൻഷൻ ട്രാവൽ എല്ലാം കാണാം. അത്യാവശ്യം നല്ല ഡെപ്ത് എല്ലാം ഇവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക് പേഴ്സൺ കോയിൽ സ്പ്രിംഗ് സസ്പെൻഷൻ
സസ്പെൻഷനാണ് നമുക്ക് വരുന്നത്. നമ്മൾ ഇഷ്ടംപോലെ വാഹനങ്ങളിൽ കണ്ട ഒരു സസ്പെൻഷനാണ്, നല്ലൊരു സസ്പെൻഷനാണ് കേട്ടോ. ഇവിടെ നമുക്ക് വെന്റിലേറ്റർ ഡിസ്ക് ബ്രേക്സ് ആണ് നമുക്ക് വരുന്നത്. അതാണ് മറ്റൊരു എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സേഫ്റ്റി കാര്യം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാണാം. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. 180 mm ആണ് ഇതിന്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ നമുക്ക് വരുന്നത് ടോഷോ ബീം സസ്പെൻഷൻ ആണ് വരുന്നത്, വിത്ത് കോയിൽ സ്പ്രിംഗ് ആണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല ഡെപ്ത് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ഡ്രം ബ്രേക്ക് ആണ് നമുക്ക് ബാക്കിൽ വരുന്നത് കേട്ടോ. അങ്ങനെ ഈ റിയർ ലുക്കിലേക്ക് വരുമ്പോൾ സ്പോയിലർ ടൈപ്പ് പോലുള്ള ഒരു എലമെന്റ് നമുക്ക് ഇവിടെ കാണാം. സ്പോയിലർ ആയിട്ടില്ല, എന്നാൽ സ്പോയിലർ പോലുള്ള ഒരു എലമെന്റ്. ഇവിടെ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. VXI ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് റിയർ വൈപ്പേഴ്സും അതുപോലെ ഡിഫോഗറും ഒന്നും വരുന്നില്ല. അങ്ങനെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ഡിസൈൻ എലമെന്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് പോലെ ഒരു 3 വിരലിനുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ എലമെന്റ് ആണ്. ഈ ബാക്ക് നമുക്ക് ലുക്ക് ഡിസൈൻ കൊണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് മാസ്റ്റർസ്കിന്റെ ഒരു ലോഗോ കാണാം. ടൈൽ ലൈറ്റ് നല്ല രസത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇറങ്ങി ഒരു L ടൈപ്പ് ടൈൽ ലൈറ്റ് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3D LED ടൈൽ ലൈറ്റ് ആണ് തോന്നിക്കുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ ഹെലജൻ ആണ് ഇതിന്റെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. ഈ ടൈൽ ലൈറ്റ് നമുക്ക് ഇവിടെ ടൈൽ ഗേറ്റിൽ കൂടിയും കയറി മെർജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് എർട്ടിഗ എന്നുള്ള ഒരു ബ്രാൻഡിങ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്മാർട്ട് ഹൈബ്രിഡിന്റെ ഒരു ബ്രാൻഡിങ് അതും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കാണാം. ബോഡി കളേർഡ് ആണ് നമുക്ക് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം, അതും നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോഹുക്ക് കാണാം ഈ ഒരു ഭാഗത്തായിട്ട്. ഇവിടെ നമുക്ക് എക്സോസ്റ്റ് പൈപ്പ് കാണാം. ഇവിടെയാണ് ഇതിന്റെ സ്റ്റെപ്പിന് വന്നിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാ സൈഡിലുള്ള സെയിം ടയർ സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു സ്റ്റീൽ റിം ആണ് വന്നിരിക്കുന്നത് കേട്ടോ സ്റ്റെപ്പിന്. ഇതാണ് ഇതിന്റെ കീ വരുന്നത്, VXI മോഡലിന്റെ. ഇവിടെ നമുക്ക് ലോക്ക് അൺലോക്ക് ബട്ടൺ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മാസ്റ്റർസ്കിന്റെ ഒരു ലോഗോ വരുന്നുണ്ട്. ഒരു നോർമൽ കീ ആണ്, സാധാ മാസ്റ്റർസ്കിന്റെ വാഹനങ്ങളെല്ലാം കാണുന്ന പോലുള്ള ഒരു കീ ആണ്. അങ്ങനെ നമുക്ക് ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ അൺലോക്ക് ബട്ടൺ പ്രസ് ചെയ്തതിനു ശേഷം ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു ലിവർ ഉണ്ട്. ഈ ലിവറിനെ പുൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇവിടെ നല്ല വിശാലമായ ബൂട്ട് സ്പേസ് നമുക്ക് ഇവിടെ കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് 3 റോ സീറ്റും ഒക്യുപ്പൈഡ് ആണെങ്കിൽ കിട്ടുന്ന ബൂട്ട് സ്പേസ് ഇതാണ്. 209 ലിറ്റർ ആണ് നമുക്ക് ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം വേണ്ട ലഗേജ് എല്ലാം നമുക്ക് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന പോലുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ്. അങ്ങനെ ഇതിന്റെ അടിയിലും നമുക്ക് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. രണ്ടെണ്ണമായിട്ട് നമുക്ക് തുറക്കാം. നല്ലൊരു ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഇതിന്റെ ടൂൾ കിറ്റ് എല്ലാം വെക്കുക. ഈ സീറ്റിനെ നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഇവിടെയുള്ള ഈ ലിവറിനൊന്ന് വലിച്ചിട്ട് അങ്ങോട്ട് മറിച്ചിട്ടാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ വരുമ്പോൾ അത്യാവശ്യം നല്ല വലിയൊരു ബൂട്ട് സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് കേട്ടോ. സെക്കൻഡ് റോ സീറ്റിനെ നമുക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വലിയൊരു ബൂട്ട് സ്പേസ് കിട്ടും. ഇവിടെ നമുക്ക് ചൈൽഡ് സീറ്റ് ആങ്കർ പോയിന്റ് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് നമുക്ക് ഇതിന്റെ ലിവർ വരുന്നത്. ഈ ലിവർ ജസ്റ്റ് ഒന്ന് വലിച്ചതിന് ശേഷം അങ്ങനെ ആ സീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് കിട്ടുന്ന ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിയൊരു ബൂട്ട് സ്പേസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ട് നോക്കാം. കേട്ടില്ലേ, കുറച്ച് സ്വീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കമ്പാരിറ്റീവ്ലി മറ്റേ നമ്മുടെ 1.5 ലിറ്റർ എഞ്ചിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടാണ് എർട്ടിഗയിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ഡ്രൈവർ സൈഡ് ഡോർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ഡോർ പാഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഡോർ പാഡ്സ് ആണ്. കണ്ടില്ലേ, നല്ലൊരു ബേജ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. ചെറുതായിട്ടൊരു ബ്രൗൺ കോമ്പിനേഷൻ അല്ല അതിൽ ഇടയിൽ കൂടെ കയറി മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരു സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു ബ്രൗൺ ട്രീറ്റ്മെന്റ് കയറി വന്നിട്ടുണ്ട്. ഒരു വുഡൻ സെക്സ്റ്റർ ആണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡോർ അൺലോക്ക് ലിവർ കാണാം. ഇതൊരു ക്രോമിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലോക്ക് ബട്ടൺ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്ക് ORVMസിന്റെ കൺട്രോൾസ് എല്ലാം നമുക്ക് ഇവിടെ കാണാം. ORVM ഫോൾഡ് ചെയ്യാനുള്ള കൺട്രോൾ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് പവർ വിൻഡോസിന്റെ സ്വിച്ചസ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഡ്രൈവർ സൈഡ് നമുക്ക് 1 ടച്ച് ഡൗൺ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സെൻട്രൽ ലോക്കിന്റെ ലോക്ക് അൺലോക്കിന്റെ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാം. ഹാൻഡിൽ കാണാം. ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡറും വരുന്നുണ്ട്. അതുപോലെ തന്നെ മാഗസിൻ ഹോൾഡറും നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് സ്പീക്കർ കാണാം കേട്ടോ. ഇതിൽ നമുക്ക് ടോട്ടലായിട്ട് 4 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ഇതിന്റെ ടോപ്പ് എൻഡ് മോഡലിലേക്ക് പോകുമ്പോൾ നമുക്ക് 6 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അങ്ങനെ ഇതിന്റെ ഇന്റീരിയർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല ഭംഗിയുള്ള ഒരു ഇന്റീരിയർ ആണ്. ഒരു ഡുവൽ ടോൺ പാക്കേജ് ആണ് വന്നിരിക്കുന്നത്. ഒരു ബ്രൗണും ബേജും കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 വേ മാനുവലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സൈഡ് സീറ്റ് ആണ് നമുക്ക് വരുന്നത്. അങ്ങനെ ഈ സീറ്റിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ക്വാളിറ്റിയാണ്. കണ്ടില്ലേ, ഈ സൈഡിലെല്ലാം നമ്മൾ ഹഗ് ചെയ്യുന്ന പോലെ ഒരു സീറ്റാണ്. ഇവിടെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ സീറ്റിന്റെ കുഷൻ എല്ലാം കാണാം. ഇതാണ് സീറ്റ് കുഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കോ ഡ്രൈവർ സൈഡും നമുക്ക് ഒരു 6 വേ മാനുവലി അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഡെഡ് പെഡൽ വരുന്നുണ്ട്. ബാക്കിയുള്ള പെഡൽസ് എല്ലാം നമുക്ക് അവിടെ കാണാം. ഇവിടെയാണ് നമുക്ക് എഞ്ചിൻ ബേ ഓപ്പൺ ചെയ്യാനുള്ള ലിവർ നമുക്ക് ഇവിടെ കാണാം. അത് ഈ സിമിന്റെ ഒരു പോയിന്റ് അത് നമുക്ക് അവിടെ കാണാം. ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ.
പെട്രോൾ ടാങ്കിന്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ അത് നമുക്ക് ഇവിടെ കാണാം. ട്രാക്ഷൻ കൺട്രോളിന്റെ സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിന്റെ ലെവൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ ടെക്സ്ചർ ഉണ്ടല്ലോ ഇവിടെ ഉള്ളതെല്ലാം വുഡൻ ടെക്സ്ചർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് AC വെന്റ് കാണാം. ഈ AC വെന്റ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. അങ്ങനത്തെ ഒരു AC വെന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. NVH ലെവലെല്ലാം വളരെ കുറയ്ക്കുന്ന ലെവലിലുള്ള ഇൻസുലേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ഇൻസുലേഷൻ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഡോറെല്ലാം ക്ലോസ് ചെയ്യുമ്പോൾ നല്ല അത്യാവശ്യത്തിന് തക്സ് എന്നുള്ള സൗണ്ട് എല്ലാം കേൾക്കാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഹെഡ് റൂം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ സ്റ്റെയറിംഗ് വീലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു സ്റ്റെയറിംഗ് വീലാണ്. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റെയറിംഗ് വീലാണ് വരുന്നത്. ഒരു 3 സ്പോക്ക് സ്റ്റെയറിംഗ് വീലാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പവർ അസിസ്റ്റ് ഇലക്ട്രിക് സ്റ്റെയറിംഗ് വീലാണ് വരുന്നത്. ഇതിൽ നമുക്ക് ടിൽറ്റ് മാത്രമാണ് വരുന്നുള്ളൂ, ടെലിസ്കോപ്പിക് നമുക്ക് വരുന്നില്ല. അങ്ങനെ ഇവിടെ നമുക്ക് ഹോണിന്റെ ഒരു ബട്ടൺ കാണാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനി കൂപ്പറിന്റെ എല്ലാം ഒരു ഡിസൈൻ പോലെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് മാസ്റ്റർസ്കിന്റെ ലോഗോ വരുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഹോൺ വരുന്നത്. ഇവിടെ നമുക്ക് മ്യൂസിക് സിസ്റ്റത്തിന്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെ കാണാം. മൊബൈൽ എടുക്കാനും കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിന്റെ ബട്ടണും നമുക്ക് ഇവിടെയാണ് വരുന്നത് കേട്ടോ. സിൽവർ ട്രീറ്റ്മെന്റ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് നമുക്ക് വരുന്നത്. സെൻട്രൽ പോർഷനിലായിട്ട് നമുക്കൊരു മൾട്ടി ഇൻഫോർമേഷൻ ഡിസ്പ്ലേ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു 4.2 ഇഞ്ചിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഏത് ഡോർ ആണ് ഓപ്പൺ ആയി കിടക്കുന്നതിനുള്ള കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ വെഹിക്കിൾ ഓൺ ചെയ്യുകയാണെങ്കിൽ മാസ്റ്റർസ്കിന്റെ ഒരു ലോഗോ അതിൽ നമുക്ക് വരും. അതുപോലെ തന്നെ ഇവിടെ എല്ലാം കുറെ വാർണിംഗ് ലൈറ്റ്സ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ലോ ഫ്യൂൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ടു എംടി, ഇത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വാഹനം. ഈ ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയിലാണ് വരുന്നത്. സ്പീഡോമീറ്ററും അതുപോലെ അനലോഗ് ആണ് വരുന്നത്. അതുപോലെ RPM മീറ്ററും നമുക്ക് അനലോഗ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ ഒരു അനലോഗ് ആണ് വരുന്നത്. എഞ്ചിൻ ടെമ്പറേച്ചറും നമുക്ക് അനലോഗ് ആണ് വരുന്നത്. എല്ലാം നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ ഇവിടെ നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് എന്നുള്ള ഒരു ബ്രാൻഡിങ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇതിന്റെ ലൈറ്റ്സിന്റെ കൺട്രോൾ എല്ലാം വരുന്നത്. ഇൻഡിക്കേറ്റർ എല്ലാം ഈ ഒരു ഭാഗത്താണ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടത്. ഇതിന്റെ വൈപ്പറിന്റെ കൺട്രോൾ എല്ലാം ഈ ഒരു ഭാഗത്താണ് നമുക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ ഈ ഒരു ടോപ്പ് ഭാഗത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെന്റർ പോർഷനിൽ ഒരു ചെറിയൊരു ഡിസൈൻ എല്ലാം പോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്രാബ് ഹാൻഡിൽ വരുന്നുണ്ട്. ഒരു സോഫ്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യുന്ന പോലെ ഒരു ഗ്രാബ് ഹാൻഡിലാണ് വരുന്നത്. വാനിറ്റി മിറർ വരുന്നുണ്ട്. റൂഫ് മൗണ്ടഡ് ലൈറ്റ്സ് എല്ലാം വരുന്നുണ്ട്. മാനുവലി നമ്മൾ ആന്റി ഗ്ലെയർ ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ IRVM ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നുള്ളൂ. വേറെ ഒന്നും ഡ്രൈവർ സൈഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല കേട്ടോ. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡാഷ് ബോർഡ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു AC-ന്റെ ഈ ഒരു വെന്റ് കണ്ടില്ലേ, ഈ പോകുന്ന ഡിസൈൻ നമ്മളെ പല വാഹനങ്ങളിൽ നമ്മൾ കണ്ട പോലുള്ള ഒരു ഡിസൈൻ ആണ് കാണുന്നത്. നമ്മൾ Q7 അതുപോലുള്ള വാഹനങ്ങളെല്ലാം നമ്മൾ കണ്ട പോലുള്ള ഒരു ഡിസൈൻ ആണ്. അതുപോലെ തന്നെ ഇന്നോവയുടെയും ഒരു ചെറിയൊരു ടച്ച് എല്ലാം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള AC വെന്റ് ആണ്. പിന്നെ ഈ ഒരു ഡിസൈൻ എലമെന്റ് നമുക്ക് നേരെ ഡോർ പാഡ്സിലേക്ക് കയറി മെർജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയിൽ നമുക്ക് അഥവാ കാണാൻ സാധിക്കുന്നുണ്ട്. ഗ്ലൗ ബോക്സ് കാണാം. അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സ് ആണ് വരുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം നമുക്ക് കാണാം. വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് നമുക്ക് വരുന്നത്. ഇതിൽ നമുക്ക് ചെറിയൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് VXI മോഡലാണ്. ഇതിന്റെ ടോപ്പ് മോഡലിലേക്ക് നമുക്ക് പോകാണെന്നുണ്ടെങ്കിൽ ഒരു 7 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് വരുന്നത്. അതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ വോളിയം അപ്പും അതുപോലെ തന്നെ വോളിയം ഡൗൺ എല്ലാം ഒരു ടച്ച് ആണ് വരുന്നത് കേട്ടോ. അതുപോലെ ട്യൂണിങ്ങിന്റെ കാര്യങ്ങളെല്ലാം ടച്ച് ആണ് വരുന്നത്. ഹസാർഡ് ലൈറ്റിന്റെ ഒരു സ്വിച്ച് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമുക്ക് സെൻട്രൽ ലോക്കിങ്ങിന്റെ വാർണിംഗ് ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് AC-ന്റെ കൺട്രോൾ യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാം. ഇതൊരു നോർമൽ AC ആണ് വരുന്നത്. അല്ല നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലുള്ള ഒരു AC ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മൊബൈൽ ഹോൾഡർ നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. USB പോർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഓക്സ് കേബിൾ പോർട്ടും നമുക്ക് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് 12 വോൾട്ട് ചാർജിങ് സോക്കറ്റ് നമുക്ക് ഇവിടെ കാണാം. നല്ല അടിപൊളിയായിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ഈ കവറിംഗ് എല്ലാം നല്ല സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഈ കപ്പ് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂൾഡ് കപ്പ് ഹോൾഡേഴ്സ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഈ ഒരു വെന്റിനെ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. അതല്ലാതെ നമുക്ക് ഓൺ ചെയ്ത് വെക്കാം. അങ്ങനെ ആകുമ്പോൾ നല്ല അടിപൊളി തന്നെയാണ്. ബീവറേജസ് എല്ലാം നമുക്ക് കൂൾ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു ഗിയർ ലിവർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഷിഫ്റ്റ് ലോക്കിന്റെ ഒരു ബട്ടൺ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പാർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ റിവേഴ്സ് വരുന്നുണ്ട്. പിന്നെ ന്യൂട്രൽ വരുന്നുണ്ട്. പിന്നെ ഡ്രൈവ് വരുന്നുണ്ട്. പിന്നെ ഒരു 2 വരുന്നുണ്ട്. പിന്നെ L വരുന്നുണ്ട്. L പറഞ്ഞാൽ ലോഡ് മോഡിൽ വെച്ചിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടതാണ്. അങ്ങനത്തെ ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഹാൻഡ് ബ്രേക്കിന്റെ പിടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്റെ ഹൈറ്റിന് നമുക്ക് ഈ ഒരു ഡ്രൈവർ സൈഡ് സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റിയറിൽ ഇരുന്നിട്ട് റിയർ സീറ്റിന്റെ കംഫോർട്ടും അതുപോലെ തന്നെ അതിന്റെ ഒരു സ്പേസും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അങ്ങനെ ഈ റിയർ ഡോർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈഡ് ആയിട്ടുള്ള വലിയൊരു ഡോർ പാഡ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര വലിയ ഡോർ പാഡ്സ് ആണ്. കണ്ടില്ലേ, ഭയങ്കര വലിയ ഡോറാണ്. ശരിക്കും ഈ ഭാഗത്ത് കണ്ടില്ലേ, ഇത്രയും വലിയൊരു പോർഷൻ ആണ് നമുക്ക് ഈ ഡോറിന്റെ ഓപ്പൺ ആയിട്ട് വരുന്നത്. നല്ലൊരു രസമായിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറാനെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ കയറാൻ പറ്റും. അത് മാത്രമല്ല ഇതിന്റെ 3rd റോയിലേക്ക് കയറാനും വളരെ ഈസി ആയിട്ട് കയറാൻ പറ്റും. കാരണം ഇതിന്റെ ഉള്ളിലേക്ക് കയറത്തിന് സ്പേസ് ഉള്ളത് കാരണമാണ് കേട്ടോ. അതിന് ഈ ഡോർ പാഡ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്രോമിൽ തന്നെയാണ് ഇതിന്റെ ഡോർ ഹാൻഡിൽസ് വരുന്നത്. ലോക്ക് ചെയ്യാനുള്ള ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പവർ വിൻഡോസിന്റെ സ്വിച്ച് കാണാം. ഇവിടെ നമുക്ക് ഒരു ഡോർ ഹാൻഡിൽ വരുന്നുണ്ട്. ഇവിടെ നമുക്ക്
ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. ഈ സൈഡിൽ നമുക്ക് മാഗസിൻ ഹോൾഡർ വരുന്നുണ്ട്. അവിടെ നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു സ്പീക്കർ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഈ ഭാഗത്തെല്ലാം നമുക്ക് നല്ല ഇൻസുലേഷൻ എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വിൻഡോ ഏരിയ ആണ്. കണ്ടില്ലേ, വളരെ വലിയൊരു വിൻഡോ ഏരിയ ആണ്. നല്ല നീളത്തിലുള്ള ഒരു വിൻഡോ ഏരിയ ആണ് വന്നിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് കാല് എടുത്ത് വെച്ച് കയറേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഫ്ലോർ വന്നിരിക്കുന്നത്. അത് കാരണം തന്നെ വയസ്സായ ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് തന്നെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. മാനുവലി ഇതിന്റെ ഹെഡ് റെസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. വളരെ നല്ലൊരു ഹെഡ് റൂം ഉണ്ട് ഇവിടെ. നല്ല വലിയൊരു വിൻഡോ ഏരിയയാണ് നമുക്കിവിടെ ഉള്ളത്. എടുത്ത് പറയേണ്ട തന്നെയാണ്. നല്ല എയറി ഫീലിംഗ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്റെ ഹൈറ്റിനാണ് ഞാൻ ഈ ഫ്രണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്റെ ഹൈറ്റ് പറഞ്ഞാൽ 6 feet ആണ്. ബാക്കിൽ കിട്ടുന്ന നീ റൂം എന്ന് പറഞ്ഞാൽ ഇതാണ്. നല്ലൊരു നീ റൂം വരുന്നുണ്ട്. പിന്നെ തൈ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു തൈ സപ്പോർട്ട് ഉണ്ട്. ഉള്ളിലേക്ക് ഇങ്ങനെ കാല് കയറ്റി വെക്കാൻ പറ്റുന്ന കാരണം തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കാരണം നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിന്റെ റിക്ലൈൻ പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഈ ഒരു ലെവൽ വരെ നമുക്ക് ഇതിനെ ഒന്ന് റിക്ലൈൻ ചെയ്ത് ഇടാനായിട്ട് സാധിക്കും. നല്ല റിലാക്സിംഗ് പൊസിഷൻ ആണ് വരുന്നത്. അത് നമ്മൾ ഈ ഒരു ടോപ്പ് ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് AC വെന്റ് കാണാം. ഫാൻ സ്പീഡ് നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് ആ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതും ഒരു സോഫ്റ്റ് ക്ലോസിംഗിന് കൂടിയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് റൂഫ് മൗണ്ടഡ് ലൈറ്റ് വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് സീറ്റിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് പോക്കറ്റ്സ് ഒന്നും വരുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് പോക്കറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു 12 volt ചാർജിങ് സോക്കറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ മൊബൈൽ വെക്കാനുള്ള സ്പേസ് ഒന്നും അവിടെ നമ്മൾ കൊടുത്തിട്ടില്ല. അങ്ങനെ ഈ ഭാഗത്ത് നമുക്ക് ഇതിന്റെ ബാറ്ററി യൂണിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ബാറ്ററി. ഇവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ നമുക്കൊരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ ഇതിപ്പോ പുതിയൊരു വാഹനമായത് കാരണം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഈ ഭാഗത്ത് നമുക്ക് 3 point സീറ്റ് ബെൽറ്റ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് 3 point സീറ്റ് ബെൽറ്റ് ആണ് വരുന്നത്. സെന്റർ പോർഷനിൽ നമുക്ക് ഒരു 2 point സീറ്റ് ബെൽറ്റ് ആണ് വരുന്നത് കേട്ടോ. സീറ്റ് കുഷ്യൻ നല്ലൊരു സീറ്റ് കുഷ്യൻ ആണുള്ളത്. ഈ സീറ്റും എന്റെ ഹൈറ്റിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ 3rd റോയിൽ ഒന്ന് കയറി നോക്കാം. എനിക്ക് ഇത്ര സ്പേസ് ഇവിടെ വേണമെന്നില്ല. ഈ ഒരു സ്പേസ് മതി. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ആണ്. നല്ല നീ റൂം അപ്പോഴും ഇവിടെ ഉണ്ട്. നല്ലൊരു റിക്ലൈൻ പൊസിഷൻ നമ്മളിപ്പോൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ ഒരു നീര് നോക്കാം. അത് നമുക്ക് ഈ 3rd row സീറ്റിലേക്ക് കയറാൻ വളരെ ഈസി ആയിട്ട് തന്നെ കയറാൻ പറ്റും. ഇവിടെയുള്ള ഈ ലിവറിനെ ഒന്ന് വലിച്ച് സീറ്റ് നമുക്ക് ഫ്രണ്ടിലേക്ക് വലിച്ചാൽ മതി. നമുക്ക് ഉള്ളിൽ കയറിയിരിക്കാം. ഇതിപ്പോൾ എൻ്റെ ഹൈറ്റിനാണ് ഞാൻ ഈ ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കുമ്പോൾ ഇവിടെ നമുക്ക് നീ ടച്ച് ആവുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ല കംഫർട്ട് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷൻ നമുക്കിവിടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സീറ്റിനെ നമുക്ക് റിക്ലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അത് കാരണം തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വേണ്ട ഒരു പൊസിഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് റെസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടെല്ലാം ഇരിക്കാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് 3 point സീറ്റ് ബെൽറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 3 point സീറ്റ് ബെൽറ്റ് ആണ് വരുന്നത്. ഈ ഭാഗത്ത് നമുക്ക് കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട്. പിന്നെ പുറത്തേക്കുള്ള ഒരു വിസിബിലിറ്റി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. കുറച്ചുകൂടി ഹൈറ്റ് കുറവുള്ള ആൾക്കാർ കാണുന്നവർക്കുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ രണ്ടുപേർക്ക് ഇവിടെ എന്തായാലും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്ത് ഇതിന്റെ ഹാൻഡ്ലിങ്ങും റൈഡിങ്ങും അതുപോലെ തന്നെ എഞ്ചിന്റെ പെർഫോമൻസും നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഈ ഒരു വെഹിക്കിൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ആണുള്ളത്. ഇതൊരു ടോർക്ക് കൺവേർട്ട് യൂണിറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം തന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാർഷായിട്ട് എക്സലേറ്റർ ചെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ആവുന്ന ഒരു എഞ്ചിനാണ്. നല്ല അടിപൊളിയായിട്ട് കൈ എത്തുന്ന പോലുള്ള പൊസിഷനിൽ തന്നെയാണ് ഈ ഹോൺ വന്നിരിക്കുന്നത്. ഒന്ന് ഹാർഷായിട്ട് ചോട്ടുമ്പോഴല്ല എഞ്ചിൻ ഇങ്ങനെ റാബ് ആവുന്നത് കറക്റ്റായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു അടിപൊളി ഒരു കർവ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവും. അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിന്. നമ്മൾ ഈ ഒരു കർവ് കൂടി ഒന്ന് എടുത്ത് നോക്കാം. നല്ലൊരു കർവാണ്. നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ട് ഈ ഒരു വാഹനത്തിന്. എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെയും ഒരു കർവ് വന്നു. ഇവിടെ നല്ലൊരു സ്റ്റെബിലിറ്റി ഉണ്ട് ഈ ഒരു വാഹനത്തിന്.
അടിപൊളിയായിട്ടുണ്ട് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു കയറ്റത്ത് നിന്ന് വണ്ടി എടുക്കുമ്പോൾ റിവേഴ്സിൽ പോകുന്നുണ്ട് AMT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലയിൻറ്റ്. ഇപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇതിൽ നമുക്കിപ്പോൾ ഹിൽ ഹോൾഡ് സ്റ്റാർട്ട് അസിസ്റ്റ് വരുന്നുണ്ട്. അത് കാരണം തന്നെ നമുക്ക് ചെറിയൊരു കയറ്റത്തിലെല്ലാം വണ്ടി നിർത്തി എടുക്കുമ്പോഴെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുത്തു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു അടി പോലും ബാക്കിലേക്ക് ഇറങ്ങില്ല വണ്ടി. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കയറി വന്നത് നല്ല അത്യാവശ്യം ഒരു കയറ്റത്തൂടെയാണ്. നമ്മൾ നൈസായിട്ടാണ് ആക്സിലേറ്റർ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് പോലും ഈസി ആയിട്ട് വണ്ടി വലിച്ച് കറക്റ്റ് ഗിയറിലിട്ട് കറക്റ്റായിട്ട് കയറി വരുന്നുണ്ട്. ആ ടോർക്ക് കൺവേർട്ട് യൂണിറ്റിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു പെർഫോമൻസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ വന്നത് ചെറിയൊരു ബാഡ് റോഡ് സെക്ഷനിലൂടെയാണ് ഇപ്പോൾ അവിടെ വന്നത്. അവിടെ നമുക്ക് വന്നപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ ഒരു ട്യൂണിങ് നല്ല അടിപൊളിയായിട്ട് ട്യൂണിങ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ട് നൽകുന്ന ഒരു സസ്പെൻഷനാണ് കേട്ടോ. നമുക്കിനി ഈ ഭാഗത്തു നിന്ന് ഇതിങ്ങനെ ടേൺ ചെയ്തെടുത്ത് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കറക്റ്റ് ഒരു ടേണിങ് റേഡിയസ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് അത്യാവശ്യം നല്ല നീളമുള്ളൊരു വാഹനമാണ്. അത്യാവശ്യം നല്ലൊരു ടേണിംഗ് റേഡിയസ് ഈ ഒരു വാഹനത്തിനുണ്ട്. അതായത് 5.2 മീറ്റർ ആണ് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് നമുക്ക് വരുന്നത്. നമ്മളിപ്പോൾ ചെറിയ റോട്ടിലിട്ടിട്ടാണ് ഇതിനെ നമ്മൾ യു കട്ട് ചെയ്തത്. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് എടുത്തിട്ട് വരാൻ സാധിച്ചു. നമ്മളൊന്ന് ഹാർഷായിട്ടൊന്ന് എക്സ്ലേറ്റർ ചെയ്യുമ്പോൾ നല്ല സിമ്പിളായിട്ട് കയറി പോകുന്നൊരു എഞ്ചിനാണ് കേട്ടോ. റേവ് ആവുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നുണ്ടാവും. നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമ്മളെ ശരിക്കും വലിച്ചുകൊണ്ട് എടുത്ത് പോകുന്നുണ്ട് ഈ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതേപോലുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ കേരളത്തിലെ റോട്ടുകളിൽ നന്നായിട്ട് കാണുന്നതാണ്. എന്നാലും നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്തപ്പോഴൊക്കെ ഈസി ആയിട്ട് തന്നെ ഗിയർ പെട്ടെന്ന് തന്നെ ഡൗൺ ആവുകയുണ്ടായി. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അപ്പ് ആവുകയുണ്ടായി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഹാർഷായിട്ടൊന്ന് എക്സ്ലേറ്റർ ചെയ്യുമ്പോൾ എഞ്ചിൻ നന്നായി റേവ് ആവുന്നുണ്ട്. നല്ല അടിപൊളി ഒരു റെസ്പോൺസ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഭയങ്കര അടിപൊളിയുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഇതിൻ്റെ AT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫണ്ണായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. ടോർക്ക് കൺവേർട്ടർ യൂണിറ്റ് ആയത് കാരണമാണ് നമ്മൾ എക്സലേറ്റർ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു വാഹനം നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ എല്ലാം നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് ഒരു കോർണറിങ് സ്റ്റെബിലിറ്റി നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ എല്ലാം നമുക്കൊരു നല്ല കോർണറിങ് സ്റ്റെബിലിറ്റി നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ ആ ചേട്ടൻ കയറി വന്ന പോലെ ഒന്നും ആരും കയറി വരരുത് കേട്ടോ. ഇങ്ങനെ തിരുവിലൊക്കെ കയറി വന്നാൽ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇതേപോലെ തിരുവിൽ വണ്ടി പാർക്ക് ചെയ്യാനും പാടില്ല കേട്ടോ. ഇവരൊക്കെ എവിടെ നോക്കിയിട്ട് പാർക്ക് ചെയ്യുന്നതാവോ. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വാഹനത്തിനെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഡ്രൈവിംഗ് ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ്. കോർണറിങ് സ്റ്റെബിലിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇത്രയും വലിയൊരു വാഹനമാണ് എന്നുള്ളത് നമ്മൾ ആ കോർണറിലൂടെ എടുക്കുമ്പോൾ നമുക്കധികം പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ റൈഡിങ് ക്വാളിറ്റി നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ്ലിങ് കുഴപ്പമില്ലാത്തൊരു ഹാൻഡ്ലിംഗ് ഉണ്ട്. ബ്രേക്കിംഗ് പെർഫോമൻസ് സൂപ്പറാണ്. അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നല്ലൊരു ബ്രേക്കിംഗ് പെർഫോമൻസ് നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ എൻജിൻ റെസ്പോൺസ് അടിപൊളിയാണ്. നമ്മൾ എക്സലേറ്റർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്ത് പോകുന്നൊരു എൻജിനാണ്. സൂപ്പറായിട്ട് നമ്മൾ വലിച്ചു കൊണ്ടുപോകുന്നൊരു എൻജിനാണ്. പക്ഷേ ഗിയർ ഡൗൺ ചെയ്യാൻ ടൈം എടുക്കുന്നില്ല. നമ്മൾ കമ്പാരിറ്റീവ്ലി പഴയ ഒരു AMT ഒക്കെ വന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കയറ്റത്താണ് നിൽക്കുന്നത്. വണ്ടി ഒരു 5 സെക്കൻഡ്സ് വണ്ടി അങ്ങനെ അതേപോലെ നിൽക്കുന്നുണ്ട്. 5 സെക്കൻഡ്സ് കഴിഞ്ഞാൽ വണ്ടി ഇതേപോലെ റിലീസായിട്ട് ബാക്കിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫീച്ചറാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ എക്സലേറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് വാറണ്ടി നമുക്ക് വരുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷം 40,000 കിലോമീറ്റർ ആണ്. ഇനി അതല്ലാതെ നമുക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിന്റെ വാറന്റിനെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു 5 വർഷം 1 ലക്ഷം കിലോമീറ്റർ വരെ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ വാറന്റി എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാരുതി സുസുക്കിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ഏത് ലെവലിൽ വരുന്നുള്ളതെല്ലാം. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിനും വന്നിട്ടുള്ളത്. വലിയൊരു കാര്യമായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് ഏകദേശം ഒരു 2,500 മുതൽ ഒരു 3,000 രൂപ റേഞ്ചിലാണ് സർവീസ് കോസ്റ്റ് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഏതൊരു രീതിയിലുള്ള ആൾക്കാർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പോലുള്ള സർവീസ് കോസ്റ്റ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ. 7.64 ലക്ഷം രൂപ മുതൽ 10.19 ലക്ഷം രൂപ വരെയാണ് എക്സ്ഷോറൂം പ്രൈസ് നമുക്ക് വരുന്നത്. VXi 80 വേർഷനാണ് നമ്മൾ ഡ്രൈവ് ചെയ്തത്. ഇതിന്റെ ഒരു എക്സ്ഷോറൂം പ്രൈസ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ 9.49 ലക്ഷം രൂപ എക്സ്ഷോറൂം പ്രൈസ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു റൈഡിംഗ് ക്വാളിറ്റി, നല്ല ഹാൻഡ്ലിംഗ് എല്ലാം ഉള്ള ഒരു വലിയൊരു വണ്ടി, നല്ല ഫാമിലിക്കെല്ലാം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പോലുള്ള ഒരു വാഹനമാണ് എർട്ടിഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് അഫോർഡബിൾ 7 സീറ്റർ വെഹിക്കിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല. അത് നമുക്ക് വേറെ വാഹനങ്ങൾ ആ റേഞ്ചിലുണ്ട്. പക്ഷേ കുറച്ചുകൂടിയും വലിയ, കുറച്ചുകൂടിയും സൗകര്യമുള്ള ഒരു വാഹനം വേണം എന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ വൺ ഡ്രൈവ് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ വാഹനങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ, ചെറിയ ഫാമിലിയാണ്. അപ്പോൾ നിങ്ങൾക്കും ആ ഒരു ഫാമിലി മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടി ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.